ആരാ ഈ നേരത്ത് മനുഷ്യന്റെ ഉറക്കം കളയാൻ? ഇന്ദ്രനാണല്ലോ. ഇവനെന്താ ഇപ്പൊ വിളിക്കുന്നത്? സുശീലാന്റിയുമായിട്ട് നടത്തിയ പ്ലാനിങ് എല്ലാവരും അറിഞ്ഞു കാണുമോ? ഫോൺ എടുക്കാതിരുന്ന അതൊരു ഒളിച്ചുകളിയായി പോവും. ഹലോ ഇന്ദിര, എന്തുപറ്റി? എന്താ ഇപ്പൊ വിളിച്ചേ? ഗൂഗിൾ, ഉറക്കത്തിനിടയിൽ ബുദ്ധിമുട്ടിക്കുകയാണെങ്കിൽ ക്ഷമിക്കണം. ഞാനൊരു കാര്യം അറിയാനാണ് വിളിച്ചത്. എന്താ ഇന്ദിര? ഗൂഗിൾ രാത്രിയിൽ അമ്മയെ വിളിച്ചായിരുന്നോ? വിളിച്ചിരുന്നു. ഞാനും ആന്റിയും കുറച്ചു നേരം സംസാരിച്ചു. എന്തുപറ്റി? ഞങ്ങൾ സംസാരിച്ച കാര്യങ്ങൾ ആന്റി ഇന്ദ്രനുമായിട്ട് ഡിസ്കസ് ചെയ്തോ? ഏയ് അല്ല, നിങ്ങൾ സംസാരിച്ച വല്ല ഉടക്കമുണ്ടായോ? അമ്മയുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യമാണോ ഗൂഗിൾ സംസാരിച്ചത്? അയ്യോ, ഞാൻ സംസാരിച്ചത് ആന്റിക്ക് ഗുണമുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. ആ കാര്യത്തിലൊരു തീരുമാനം എടുത്തിട്ടാണല്ലോ ഞങ്ങൾ ഫോൺ വെച്ചത്. അതെന്താ ഇന്ദിര അങ്ങനെ ചോദിക്കാൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അത് ഗൂഗിൾ, അമ്മയ്ക്ക് ചെറിയൊരു അറ്റാക്ക് വന്നു. ഇപ്പോൾ ഹോസ്പിറ്റലിലാണ്. ആണോ? ഞങ്ങൾ സംസാരിക്കുമ്പോൾ ആന്റിക്ക് ഇന്നലെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. ഗൂഗിൾ വിളിച്ചതിന് ശേഷം വേറൊരു നമ്പറിൽ നിന്ന് അമ്മയ്ക്ക് കോൾ വന്നു. 3 മിനിറ്റ് നേരം അതിലും സംസാരിച്ചിട്ടുണ്ട്. ആ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫാ. അതാരായിരിക്കുമെന്ന് ഗൂഗിളിന് അറിയോ? ഇല്ല, അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അല്ല, ഇപ്പൊ ആന്റിയുടെ അവസ്ഥ എന്താ? സീരിയസ് ആണോ? ഐസിയുല. കുറച്ച് പ്രശ്നമുണ്ടെന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത്. ഓ, വലിയ കഷ്ടമായി പോയല്ലോ. എൻ്റെ എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ? അല്ല, ഞാൻ വേണമെങ്കിൽ ഇപ്പം അങ്ങോട്ട് വരാം. ഏയ് വേണ്ട, ഇവിടെ ഞങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അമ്മയ്ക്ക് മാനസികമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. ഇല്ല, ഞങ്ങൾ സംസാരിച്ചത് മഞ്ചാടിയുടെ കല്യാണത്തെക്കുറിച്ചാണ്. ആന്റി അത് നടത്തി കൊടുത്ത അനന്തമാഷിനും കുടുംബത്തിനും അത് വലിയ നഷ്ടമാവുമെന്ന് ഞാൻ പറഞ്ഞു. അതിൽ നിന്ന് ആന്റി പിന്മാറുകയാണെങ്കിൽ ഇന്ദ്രന്റെ ഷോപ്പ് ഇന്ദ്രന് നഷ്ടപ്പെടില്ല എന്നും ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് അമ്മ എന്താ പറഞ്ഞത്? അല്ല, ഇന്ദ്രനും കൂടി ഗുണമുള്ളൊരു കാര്യമായതുകൊണ്ട് സുശീലാന്റി സമ്മതിച്ചെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷേ പിള്ളേർക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ ആന്റിക്കൊരു മടി. പിന്നെ അനന്തം മാഷിനോടും അനുപമയോടും ആന്റിക്ക് നല്ല പകയുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ കാര്യത്തിൽ ഞാനും അധികം അങ്ങ് നിർബന്ധിച്ചുമില്ല. ആന്റിയുടെ തീരുമാനം എന്താണോ അതങ്ങ് നടക്കട്ടെ എന്ന് ഞാനും പറഞ്ഞു. അല്ലെന്തിര, ഇനിയിപ്പോ ആ കല്യാണം എങ്ങനെ നടക്കും? അതൊന്നും അറിയില്ല ഗൂഗിൾ. ഞങ്ങളിവിടെ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നുള്ള ടെൻഷനില്ല. ഏയ്, സുശീലാന്റിക്ക് ഒരു കുഴപ്പവും സംഭവിക്കില്ല. നീ ധൈര്യമായിട്ടിരിക്കും ഇന്ദിര. എന്താവശ്യമുണ്ടല്ലോ എന്നെ വിളിച്ചാൽ മതി. ഇപ്പോ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും വേണോ ഇന്ദിര? ഏയ് അതൊന്നും വേണ്ട. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. എന്നാ ശരി. പിന്നെ ബുദ്ധിമുട്ടിച്ചതിൽ സോറി. എനിക്കിതൊരു ബുദ്ധിമുട്ടല്ലെന്ന് നിനക്ക് അറിയില്ല ഇന്ദിര. എന്നാ ശരി. എന്നാ ആന്റിയുടെ ആരോഗ്യത്തിന് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. പിന്നെ എന്തായിരിക്കും അമ്മ പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ കാരണം? ഹാർട്ട് അറ്റാക്ക് ആർക്കും എപ്പോ വേണമെങ്കിലും വരാവുന്നൊരു അസുഖമല്ലേ? അമ്മയ്ക്കാണെങ്കിൽ നേരത്തെ ചില പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏട്ടൻ ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് തലമുണ്ടാക്കണ്ട. എന്തായാലും അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞല്ലോ, നമുക്കത് മതി. അത് പോരെ സോന. അമ്മയ്ക്ക് ശരിക്കും എന്താ സംഭവിച്ചെന്ന് അറിയണം. നാളെ മഞ്ചാടിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നതുപോലിരിക്കും അതിനുള്ള ഉത്തരം.
ഓടി വാടാ വേഗം ഓടി വാ വെള്ളം മറിഞ്ഞു നമ്മുടെ കടവില് ഓടി വാടാ വെള്ളം മറിഞ്ഞെന്ന് ഓടി വാടാ അവിടെ വെള്ളം മറിഞ്ഞു ഓടി വാ എല്ലാവരും എന്താ പ്രശ്നം എടാ അവിടെ വെള്ളം മറിഞ്ഞു വേഗം വാ എല്ലാവരും ഓടി വാടാ ലൈറ്റ് എല്ലാവരും ഓൺ ചെയ്യണം എല്ലാവരും അങ്ങോട്ട് ഓടി പോകുന്നേ അന്തോണിയുടെ വെള്ളം മറിഞ്ഞെന്ന് ഇങ്ങോട്ട് വേണം എനിക്ക് ഈ കായലിൽ എന്നെ തോപ്പിക്കാൻ പറ്റുമോ മക്കളെ? ആ പിള്ളേർ എന്റെ ഇതിലെ പോയെന്നൊന്നും അറിയില്ലല്ലോ. നിങ്ങൾ ആരെങ്കിലും പോലീസിനെ ഫയർഫോഴ്സിനെ ഒന്ന് വിളിച്ചു ശരിക്കും തിരുമ്പി കൊടുക്കും ശരിക്കും അമർത്തി കൊടുക്ക കൊച്ചെന്തിനാ ഇപ്പൊ എണീറ്റേ? നേരം വെളുക്കാൻ ഇനിയും സമയമുണ്ട്, ഉറങ്ങിക്കോ. ഞാൻ വിളിച്ചോളാം. ഉറക്കം ഞെട്ടിയതാ കുഞ്ഞമ്മ. ഒരു സ്വസ്ഥതയില്ല, എന്തോ ഒരു പേടി പോലെ. ഒരു പേടിയും വേണ്ട. സുശീലയ്ക്ക് ഒരു കുഴപ്പമില്ല. രവി സാറും ഹർഷി ഹോസ്പിറ്റലിൽ നിന്ന് വന്നു. എപ്പോ? ഞാൻ അറിഞ്ഞില്ലല്ലോ. ആ, കൊച്ചു നല്ല ഉറക്കായിരുന്നു. ഉണർത്തണ്ടെന്ന് അവരും പറഞ്ഞു. കുറച്ച് സമയം കൂടി കിടന്നുറങ്ങ. കല്യാണം എന്തായാലും നടക്കും. സമയമാകുമ്പോ നിനക്ക് നിന്റെ ആഗ്രഹം പോലെ തന്നെ ജീവിക്കാം. ആരും നിന്നെ തടയില്ല. പക്ഷേ അതുവരെ നീ അച്ഛന്റെ തണലിലുണ്ടാവണം. ജീവൻ ഇവരെ പേടിയാണെങ്കിൽ ജീവൻ രക്ഷപ്പെട്ടു. പക്ഷെ മരിച്ചാലും ഞാൻ ഇനി ഇവരുടെ കൂടെ പോവില്ല.